ആണല്ലേ? നമ്മൾ ഇന്നുള്ളത് മധുര ആറപ്പാളയം ബസ് സ്റ്റാൻഡിലാണ്. നമ്മുടെ മധുര തേനി മൂന്നാർ യാത്ര തുടരുകയാണ്. ഇന്നിനി തേനിയിലെത്തണം. തേനിയിൽ നിന്ന് ബോഡിനായ്ക്കന്നൂർ ബോഡിമട്ട ചുരം കയറി ഗ്യാപ്പ് റോഡും കടന്ന് പൂപ്പാറ ദേവികുളം വഴി മൂന്നാറിലേക്ക് സർവീസ് നടത്തുന്ന ഒരു KSRTC ബസ്സുണ്ട്. ആ ബസ്സിലാണ് നമ്മൾ ഇന്ന് മൂന്നാറിലേക്ക് പോകുന്നത്. മധുരയിൽ നിന്ന് ഒരു പ്രൈവറ്റ് ബസ്സിൽ ഞാൻ തേനിയിലേക്ക് പോകാനായിട്ട് കയറി. മധുരയിൽ നിന്ന് ഉസിലാമ്പട്ടി ആണ്ടിപ്പട്ടി വഴിയാണ് നമ്മൾ തേനിയിലേക്ക് പോകുന്നത്. അതിമനോഹരമായ ഒരു പാതയാണ് മധുരയിൽ നിന്ന് തേനിയിലേക്കുള്ള ഉസിലാമ്പട്ടി ആണ്ടിപ്പട്ടി വഴിയുള്ള പാത. സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ്. എനിക്ക് കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ട്. പക്ഷേ തലേ ദിവസത്തെ ക്ഷീണം കാരണം ഞാനൊന്ന് മയങ്ങി. സമയം ഏതാണ്ട് 12:15 ആയിട്ടുണ്ട്. നമ്മൾ തേനി പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു. നല്ല ഭംഗിയുള്ള ഒരു ലൊക്കേഷനിലാണ് പുതിയ ബസ് സ്റ്റാൻഡ് ഉള്ളത്. പഴയ ബസ് സ്റ്റാൻഡ് ടൗണിനകത്ത് തന്നെയാണ്. മൂന്നാർ ഭാഗത്തേക്കുള്ള ബസ് പേയിൽ 2 ബസ്സുകൾ കിടപ്പുണ്ട്. ഒന്ന് ബോഡിനായ്ക്കന്നൂർ ബോഡിമട്ട് പൂപ്പാറ വഴി അടിമാലിക്ക് പോകുന്ന ഒരു ബസ്സാണ്. പിന്നീടുള്ളത് നമുക്ക് പോകാനുള്ള ബോഡിനായ്ക്കന്നൂർ ബോഡിമട്ട് പൂപ്പാറ ദേവികുളം വഴി മൂന്നാറിലേക്കുള്ള ബസ്സുമാണ്. ബസ്സിൽ കയറി സീറ്റ് പിടിച്ചു. ഡ്രൈവർ സാറിന്റെ പേര് ബിജു എന്നാണ്. ഇടുക്കിയിലെ അടിമാലി സ്വദേശിയാണ്. കണ്ടക്ടർ സാറിന്റെ പേര് ദേവേന്ദ്രൻ എന്നാണ്. തേനിയിൽ നിന്ന് മൂന്നാറിലേക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത് 113 രൂപയാണ്. ഉച്ചയ്ക്ക് 12:20 കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടു. ഏതാണ്ട് 3.5 മണിക്കൂർ നീളുന്ന യാത്രയാണ് തേനിയിൽ നിന്ന് ബോഡിനായ്ക്കന്നൂർ ബോഡിമട്ട് പൂപ്പാറ വഴി മൂന്നാറിലേക്കുള്ളത്. മൂന്നാറിൽ നിന്ന് രാവിലെ 7 മണിക്കാണ് ആദ്യത്തെ ബസ് തേനിയിലേക്ക് പുറപ്പെടുന്നത്. പക്ഷേ തേനിയിൽ നിന്ന് മൂന്നാറിലേക്ക് അതിരാവിലെ 1:15 നമ്മുടെ ആദ്യ KSRTC ബസ് പുറപ്പെടും. അതിന് തൊട്ടു മുൻപായിട്ട് 12:45 തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഒരു ബസ്സും മൂന്നാറിലേക്ക് ഉണ്ട്. കേരളത്തോട് അതിർത്തി പങ്കിടുന്ന പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ട തമിഴ്നാട്ടിലെ ഒരു വലിയ ജില്ലയാണ് തേനി. NH 183 കൊല്ലം തേനി ദേശീയപാതയും NH 85 കൊച്ചി ധനുഷ്കോടി ദേശീയപാതയും സംഗമിക്കുന്ന ഒരു പ്രധാന പട്ടണമാണ് തേനി. നമ്മളിപ്പോൾ വന്ന് കയറാൻ പോകുന്നത് ദേശീയപാത 85ലേക്കാണ്. കൊച്ചിയിൽ നിന്ന് തുടങ്ങി മൂന്നാർ ബോഡിനായ്ക്കന്നൂർ തേനി മധുര രാമേശ്വരം വഴി ധനുഷ്കോടിയിൽ അവസാനിക്കുന്നതാണ് ദേശീയപാത 85. ദേശീയപാത 85ലേക്കാണ് നമ്മൾ പ്രവേശിച്ചത്. ഇവിടെയായിട്ട് ഒരു ഓവർ ബ്രിഡ്ജിന്റെ പണികൾ കാണാം. എനിക്ക് തോന്നുന്നു നമ്മുടെ റോഡിന്റെ ഇടതുവശത്തായിട്ട് റെയിൽവേ ട്രാക്കാണ്. അതായത് മധുരയിൽ നിന്ന് തേനി എത്തി അവിടെ നിന്ന് ബോഡിനായ്ക്കന്നൂരിലേക്ക് നീളുന്ന റെയിൽവേ ട്രാക്ക് ഉണ്ട്. ഈ ഇടയ്ക്കാണ് അതിന്റെ പണികളെല്ലാം പൂർത്തിയായി ട്രെയിൻ ഓടി തുടങ്ങിയത്. അപ്പോൾ ആ ഒരു റെയിൽവേ ട്രാക്കിന് മുകളിലായിട്ട് പണിയുന്ന ഓവർ ബ്രിഡ്ജ് ആകാനാണ് സാധ്യത. എന്തായാലും ദേശീയപാത 85ലാണ് പണികൾ നടക്കുന്നത്. മധുരയിൽ നിന്ന് തേനി വഴി ബോഡിനായ്ക്കന്നൂരിലേക്കുള്ള ട്രെയിൻ യാത്ര അതിമനോഹരമാണ്. മധുരയിൽ നിന്ന് രാവിലെ 7:15-നും 8:20-നുമാണ് തേനി വഴി ബോഡിനായ്ക്കന്നൂരിലേക്ക് ട്രെയിൻ ഉള്ളത്. 7:15 വരുന്നത് എക്സ്പ്രസ് ട്രെയിനാണ്. അത് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലാണുള്ളത്. 8:20-നുള്ളത് മധുര ബോഡി പാസഞ്ചർ ട്രെയിനാണ്. അത് ദിവസവുമുള്ള ട്രെയിനാണ്. കോൺക്രീറ്റ് പാനലുകൾ അടുക്കി വെച്ച് പണിയുന്ന ആറിവാൾ ഇവിടെയും കാണാം.
എല്ലാ ദേശീയപാതകളിലും ഇത്തരം നിർമ്മാണ രീതിയാണ് നിലവിൽ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ NH 66 പല സ്ഥലങ്ങളിലായിട്ട് ഈ 6 വാളുകൾ കാണാനായിട്ട് സാധിക്കും. തേനി പഴയ ബസ് സ്റ്റാൻഡിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ അടുത്താണ് തേനി റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് തേനി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളത്. തേനി ടൗൺ ഏരിയയിൽ നിന്ന് ചിന്നമണ്ണൂർ കമ്പം കുമളി പാതയിലേക്ക് പ്രവേശിച്ചു. NH 183 നമ്മൾ കടന്നു പോകുന്നത്. ചിന്നമണ്ണൂർ റൂട്ടിൽ ബോഡി ഔട്ടർ ബസ് സ്റ്റോപ്പിൽ നിന്ന് തിരിഞ്ഞ് വലത്തേക്കാണ് നമുക്ക് മൂന്നാർ ബോഡിനായ്ക്കന്നൂർ റൂട്ടിലേക്ക് പ്രവേശിക്കേണ്ടത്. അവിടെ മുതൽ നമ്മൾ പൂർണ്ണമായിട്ടും NH 85 ആയിരിക്കും സഞ്ചരിക്കുക. ബോഡിനായ്ക്കന്നൂരിൽ നിന്ന് ബോഡിമെട്ടിലെത്തുകയും അവിടെ നിന്ന് തുടർന്ന് പൂപ്പാറ ഗ്യാപ്പ് റോഡ് വഴി ദേവികുളം വഴിയാണ് നമ്മൾ മൂന്നാറിലേക്ക് പോകുന്നത്. അതെല്ലാം NH 85 കീഴിൽ വരുന്ന റോഡുകളാണ്. തേനി ബൈപ്പാസിലേക്കാണ് നമ്മൾ വന്ന് കയറിയത്. തേനി ബൈപ്പാസ് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ബോഡിനായ്ക്കന്നൂർ റൂട്ടിലേക്ക് പ്രവേശിക്കുന്നത്. തേനി ബൈപ്പാസ് തുടങ്ങുന്നത് നമ്മുടെ ചിന്നമണ്ണൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ വീരപാണ്ടി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. വീരപാണ്ടി ഗ്രാമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മുല്ലപ്പെരിയാറിൽ നിന്ന് ലോവർ ക്യാമ്പിൽ എത്തിക്കുന്ന ജലം കനാലുകൾ തിരിച്ച് വൈഗ ഡാമിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ വൈഗ ഡാമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരുപാട് ചെക്ക് ഡാമുകളുണ്ട്, ആ കൃഷിക്കും മറ്റുമായിട്ട് ജലം വഴിതിരിച്ചു വിടുന്നതിനായിട്ട്. അത്തരത്തിൽ ചെക്ക് ഡാമുള്ളൊരു ഗ്രാമമാണ് വീരപാണ്ടി എന്ന് പറയുന്നത്. ആ ഗ്രാമത്തിനടുത്ത് നിന്ന് തുടങ്ങുന്ന ബൈപ്പാസ് തീരുന്നത് പെരിയകുളം ബൈപ്പാസ് ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപായിട്ടാണ്. അവിടെ വരെ നമ്മുടെ തേനി ബൈപ്പാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ബൈപ്പാസാണ് തേനിയിലുള്ളത്. നമുക്ക് ഓപ്പോസിറ്റ് ഇപ്പോൾ ഒരു KSRTC ബസ് കടന്നുപോയി. ഈ റൂട്ടിൽ KSRTC പ്രധാനമായിട്ടും സർവീസ് നടത്തുന്നത് മൂന്നാർ തേനി റൂട്ടിലാണ്. പിന്നീട് നമ്മൾ നേരത്തെ കണ്ടൊരു സർവീസ് ഉണ്ട്, ഒരു സ്പെഷ്യൽ സർവീസ് ആണെന്ന് തോന്നുന്നു, മൂന്നാറിൽ നിന്ന് പൂപ്പാറ എത്തി അടിമാലിക്കുള്ളത്. അത് മൂന്നാർ റൗണ്ട് ട്രിപ്പാണ്. ഒരു ട്രിപ്പ് എനിക്ക് തോന്നുന്നു മൂന്നാർ തേനിയാണ്. അത് കഴിഞ്ഞിട്ടാണ് അത് മൂന്നാറിൽ നിന്ന് പൂപ്പാറ വഴി അടിമാലിക്ക് പോകുന്നത്. ബോഡിനായ്ക്കന്നൂർ ടൗണിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. മൂന്നാർ മലയടിവാരത്തുള്ള പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് ബോഡിനായ്ക്കന്നൂർ എന്ന് പറയുന്നത്. പണ്ട് മുതൽ തന്നെ തമിഴ്നാട്ടുകാർക്ക് മൂന്നാർ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ഒരിടമാണ്. മലയാളികൾ എങ്ങനെയാണോ ഊട്ടിയും കൊടൈക്കനാലും കാണുന്നത്, അതുപോലെയാണ് തമിഴ്നാട്ടുകാർ മൂന്നാറിനെ കാണുന്നത്. ഏലക്ക നഗരം എന്നൊരു വിളിപ്പേര് കൂടി ബോഡിനായ്ക്കന്നൂരിനുണ്ട്. കേരളത്തിലെ മൂന്നാറിലും കേരള തമിഴ്നാട് അതിർത്തിയിലും ധാരാളം ഏലക്ക ഫാമുകളുണ്ട്. അവിടെയെല്ലാം കൃഷി ചെയ്യുന്ന ഏലം കൊണ്ടുവന്ന് വിപണനം നടത്തുന്നത് ബോഡിനായ്ക്കന്നൂരിലാണ്. അതുകൊണ്ടാകണം ബോഡിനായ്ക്കന്നൂരിന് ഏലക്ക നഗരം എന്നൊരു പേര് വന്നത്. അതുമാത്രമല്ല, ഏലക്ക കൊണ്ടുള്ള മാല ലഭിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ബോഡിനായ്ക്കന്നൂർ. നമ്മളിപ്പോൾ തേവാരം റൂട്ടിലേക്കാണ് പ്രവേശിക്കുന്നത്. അവിടെയാണ് ബോഡിനായ്ക്കന്നൂർ ബസ് സ്റ്റാൻഡ് ഉള്ളത്. ഈ റൗണ്ടിൽ കണ്ടത് വീരപാണ്ഡ്യ കട്ടബൊമ്മന്റെ പ്രതിമയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി പോരാടിയ തമിഴ്നാട്ടിലെ ഒരു ഭരണാധികാരിയായിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ബോഡിനായ്ക്കന്നൂരുമായി എന്തെങ്കിലും ചരിത്രം അദ്ദേഹത്തിന് കാണും. അതുകൊണ്ടാണ് ആ റൗണ്ട് ബോട്ടിൽ വീരപാണ്ഡ്യ കട്ടബൊമ്മന്റെ സ്റ്റാച്യു സ്ഥാപിച്ചത്. നമ്മൾ ഏതാണ്ട് ബോഡിനായ്ക്കന്നൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേർന്നു. മലയടിവാരത്തുള്ള മനോഹരമായൊരു ബസ് സ്റ്റാൻഡാണ് ബോഡിനായ്ക്കന്നൂർ ബസ് സ്റ്റാൻഡ്. എൻ്റെ മുന്നിലിരുന്ന ചേട്ടൻ ഇറങ്ങി. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു പ്രൊമോഷൻ കിട്ടി. ഞാൻ എന്തായാലും ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന 1ാം നമ്പർ സീറ്റിലേക്ക് കയറിയിരുന്നു. എനിക്ക് എന്തായാലും ഇനി മുൻവശത്തെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയോടെ കണ്ടിരുന്ന് പോകാം. അങ്ങനെ നമ്മൾ തിരിച്ചു വീണ്ടും വീരപാണ്ഡ്യ കട്ടബൊമ്മന്റെ റൗണ്ട് ബോർഡിൽ എത്തിച്ചേർന്നു. ഇവിടെ നിന്ന് നമ്മൾ മൂന്നാർ റൂട്ടിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വരുന്നത് തേവാരം റൂട്ടിൽ നിന്നാണ്. വലത്തേക്ക് കാണുന്നത് നമ്മുടെ തേനിയിൽ നിന്ന് വരുന്ന പാതയാണ്. ഏതാണ്ട് 70 കിലോമീറ്ററാണ് ബോഡിനായ്ക്കന്നൂരിൽ നിന്ന് മൂന്നാറിലേക്കുള്ളത്. അതുപോലെ തന്നെ 22 കിലോമീറ്റർ തേവാരത്തേക്കുമുണ്ട്. തേവാരം എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ മറ്റൊരു അതിർത്തി ഗ്രാമമാണ്. കേരളത്തിന്റെ അതിർത്തി ഗ്രാമം എന്ന് പറയുമ്പോൾ ഏറെക്കാലം മുമ്പ് തന്നെ കേരളവുമായി ബന്ധമുണ്ടായിരുന്ന ഒരു ഗ്രാമമാണ് തേവാരം. തേവാരത്ത് നിന്ന് കേരളത്തിലെ തേവാരം വെട്ടിലേക്ക് ഒരു റോഡ് ഉണ്ടായിരുന്നു. ഏതാണ്ട് 14 കിലോമീറ്റർ മാത്രം ഉണ്ടായിരുന്ന ഒരു റോഡ്. തേവാരത്ത് നിന്ന് തുടങ്ങി ചാക്കുളത്തിമേട് വഴി കേരളത്തിലെ തേവാരം വെട്ടിലേക്ക് നീളുന്ന ആ റോഡ് ഏറെക്കാലം മുമ്പ് തമിഴ്നാട് ഫോറസ്റ്റ് അടച്ചു. മധുര ബോഡിനായ്ക്കന്നൂർ റെയിൽവേ ലൈനാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇടത്തേക്ക് നോക്കി നമുക്ക് ബോഡിനായ്ക്കന്നൂർ റെയിൽവേ സ്റ്റേഷൻ കാണാം. ഇവിടെ വരെയാണ് നിലവിൽ ട്രാക്ക് ഉള്ളത്. ഇടയ്ക്ക് വാർത്തകളൊക്കെ വന്നിരുന്നു ബോഡിനായ്ക്കന്നൂരിൽ നിന്ന് ഇടുക്കിയിലേക്കൊക്കെ ട്രെയിൻ വരുമെന്നൊക്കെ. നമുക്കറിയില്ല ഏത് വഴിയാണെന്ന്. എങ്കിലും ബോഡിനായ്ക്കന്നൂരിൽ ഇടുക്കിയുടെ തൊട്ട് താഴെ വരെ റെയിൽവേ ലൈൻ എത്തിയിട്ടുണ്ട്. ഇനി ഭാവിയിൽ എന്തെങ്കിലും നമുക്ക് ഇടുക്കിയിലേക്ക് ഒരു റെയിൽവേ ലൈൻ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും അത് ബോഡിനായ്ക്കന്നൂരിൽ നിന്നായിരിക്കും. നിലവിൽ 2 ട്രെയിനും കണ്ടേ വരുന്നുള്ളൂ. എന്നിട്ട് പോലും ഇവിടെ റെയിൽവേ ഓവർ ബ്രിഡ്ജ് വരുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിലെ അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ്. പല തിരക്കുള്ള റെയിൽവേ ഗേറ്റുകളിലും ഇപ്പോഴും റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഒന്നുമില്ല. ഇപ്പോൾ എത്തിച്ചേരാൻ പോകുന്നത് മുന്തൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. മുന്തലിൽ നിന്നാണ് നമ്മുടെ മലകയറ്റം ആരംഭിക്കുന്നത്. NH 85 ഹെയർപിൻ ബെൻഡുകൾ മലകയറ്റവും ഒക്കെ ആരംഭിക്കുന്നത് മുന്തൽ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ്. അവിടെ നിന്ന് നേരെ പോയാൽ നമുക്ക് ഇടുക്കിയിലെ മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ എത്തിച്ചേരാൻ പറ്റും. ഇടുക്കിയിലെ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അത് കേരളത്തിന്റെ ഭാഗമല്ല, ടോപ്പ് സ്റ്റേഷൻ തമിഴ്നാടിന്റെ ഭാഗമാണ്.
നമ്മളങ്ങനെ മുന്തലിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മുന്തലിൽ നിന്ന് നേരെ പോയാൽ കോട്ടകുടിയാണെന്ന് പറഞ്ഞു. കോട്ടകുടി എന്ന് പറയുമ്പോൾ നമ്മുടെ കൊളുക്കുമലയുടെയും മീശപ്പുലിമലയുടെയും എല്ലാം താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് കോട്ടകുടി. കോട്ടകുടിയിൽ ഷൂട്ട് ചെയ്ത പ്രധാനപ്പെട്ട ഒരു ചിത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ തമിഴിലെ കുങ്കിയാണ്. കുങ്കി പൂർണ്ണമായിട്ടും ഷൂട്ട് ചെയ്തത് കോട്ടകുടിയിലാണ്. കോട്ടകുടിയിൽ നിന്ന് മുകളിലേക്ക് പോയാൽ കുരങ്ങണി മല ട്രക്കിംഗ് ആരംഭിക്കും. അവിടെ നിന്ന് നമുക്ക് മൂന്നാല് ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റും. നടന്ന് ട്രക്ക് ചെയ്ത് കയറി പോകാനായിട്ട് പറ്റും. നമ്മുടെ മലകയറ്റം ഇവിടെ ആരംഭിക്കുകയാണ്. അതിമനോഹരമായ ഒരു മലയോര പാതയാണ് ബോഡിനായ്ക്കന്നൂരിൽ നിന്ന് ബോഡിമെട്ട് വഴി പൂപ്പാറയിലേക്കുള്ളത്. നമ്മുടെ മറ്റ് അന്തർ സംസ്ഥാന പാതകൾ പോലെ തന്നെ ഹെയർപിൻ ബെൻഡുകളും കുത്തനെയുള്ള കയറ്റങ്ങളും ഒക്കെ കയറിയാണ് നമ്മൾ ബോഡിമെട്ടിലേക്ക് എത്തിച്ചേരുന്നത്. ബോഡിമെട്ട് ഒരു ടോപ്പ് സ്റ്റേഷനാണ്. ബോഡിമെട്ട് കഴിഞ്ഞാൽ പിന്നീട് വലിയ മലകയറ്റമൊന്നുമില്ല. ബോഡിമെട്ടിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി ഗ്യാപ് റോഡിലേക്കാണ് പോകുന്നത്. മുന്തൽ കഴിഞ്ഞാൽ പിന്നീട് ഒരു ബസ് സ്റ്റോപ്പ് വരുന്നത് ബോഡിമെട്ടിലാണ്. അതിൻ്റെ ഇടയിൽ വേറെ സ്റ്റോപ്പ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പുറകിലേക്കൊന്ന് മാറി നിൽക്കേണ്ടി വന്നു. നമ്മുടെ കണ്ടക്ടർ സാറ് അവിടെയായിട്ട് ഇരിക്കുകയാണ്. ആ ഒരു ഇത്രയും ദൂരം മറ്റു ആളുകളൊന്നും കയറാനില്ലാത്തതുകൊണ്ട് തന്നെ ബാക്കിലത്തെ സീറ്റ് ഒഴിവാക്കി ഫ്രണ്ടിലത്തെ സീറ്റിലേക്ക് വന്നിരുന്നു. എന്നോട് പറഞ്ഞു ബോഡിമെട്ട് വിട്ട് പിന്നീട് അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബാക്കിലേക്ക് വന്നു. തേനിയിൽ നിന്ന് മൂന്നാറിലേക്കുള്ള യാത്രയിൽ നമ്മൾ 3 വ്യത്യസ്ത ഭൂവിഭാഗങ്ങളിലൂടെയാണ് കടന്നു വരുന്നത്. തേനിയിൽ നിന്ന് ബോഡിനായ്ക്കന്നൂർ വരെ നമ്മൾ വന്നത് തമിഴ്നാടിന്റെ സമതല പ്രദേശങ്ങളിലൂടെയായിരുന്നു. വിവിധ കൃഷിയിടങ്ങളും ചെറിയ അമ്പലങ്ങളും ചെറിയ ഗ്രാമങ്ങളും ഒക്കെ കടന്നായിരുന്നു നമ്മൾ ബോഡിനായ്ക്കന്നൂർ വരെ എത്തിയത്. പിന്നീട് ബോഡിനായ്ക്കന്നൂർ മുതൽ ബോഡിമെട്ട് വരെ നമ്മൾ മല കയറുകയാണ്. വിവിധ ഹെയർപിൻ ബെൻഡുകളും താഴ്വാര പ്രദേശങ്ങളും എല്ലാം കണ്ട് ബോഡിമെട്ട് വരെ നമ്മൾ മല കയറിയാണ് യാത്ര ചെയ്യുന്നത്. പിന്നീട് ബോഡിമെട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഏലക്കാടുകളും തേയിലക്കാടുകളും ഒക്കെ കടന്നാണ് മൂന്നാറിലേക്ക് പോകുന്നത്. അങ്ങനെ 3 വ്യത്യസ്ത ഭൂവിഭാഗങ്ങളിലൂടെയാണ് നമ്മൾ ഈ യാത്ര നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായിരിക്കും തേനിയിൽ നിന്ന് മൂന്നാറിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത്. നിലവിൽ ഞാൻ മഴയോ മഞ്ഞോ ഒന്നുള്ള സമയത്തല്ല പോകുന്നത്. എന്നിട്ട് പോലും എത്ര മനോഹരമായ കാഴ്ചകളാണ് എനിക്ക് ഈ യാത്രയിൽ കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു മഴക്കാലത്തും മഞ്ഞുകാലത്തും ഒക്കെ നിങ്ങൾ ഈ ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ അത്ര മനോഹരമായിരിക്കും തേനി മൂന്നാർ യാത്രയെന്ന് നിങ്ങൾ ഓർക്കുക. മലകയറ്റം ഏതാണ്ട് പകുതിയോളം കഴിഞ്ഞു. നമുക്ക് ഇവിടെ നിന്ന് ബോഡിനായ്ക്കന്നൂർ ടൗൺ കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ആ മലയുടെ പുറകിലായിട്ടുള്ളതാണ് ബോഡിനായ്ക്കന്നൂർ ടൗൺ. ഇവിടെ നിന്ന് മൂന്നാറിലേക്ക് ഇനി ഏകദേശം 56 കിലോമീറ്ററും ദേവികുളത്തിന് 43 കിലോമീറ്ററുമാണ് ഉള്ളത്. സീസൺ സമയത്തും അല്ലാത്തപ്പോഴും വാഹനങ്ങളെ കൊണ്ട് നിറയുന്ന ഒരു പാതയാണ് ബോഡിനായ്ക്കന്നൂർ ബോഡിമെട്ട് പൂപ്പാറ റോഡ്. അത്യാവശ്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തേവാരത്ത് നിന്ന് തേവാരമെട്ടിലേക്കുള്ള 14 കിലോമീറ്റർ റോഡ് തുറക്കുകയായിരുന്നുവെങ്കിൽ നമുക്ക് ഒരു പരിധിവരെയൊക്കെ തിരക്കൊന്ന് കുറയ്ക്കാമായിരുന്നു. കാരണം ആ തേവാരമെട്ടിൽ നിന്ന് നേരെ ഉടുമ്പിൻചോലയിൽ നിന്ന് പൂപ്പാറയിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. അതുവഴി നമുക്ക് ഈ ബോഡിനായ്ക്കന്നൂർ പൂപ്പാറ സ്ട്രെച്ചിലെ തിരക്ക് അത്യാവശ്യം ഒന്ന് കുറയ്ക്കാമായിരുന്നു. കാരണം ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം വീതി കുറവാണ്. ഒരു മലയോര പാത ആയതുകൊണ്ട് തന്നെ വീതി എടുക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ട് കാരണമായിരിക്കണം ഇവിടെ നല്ല വീതി കുറവുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്കുള്ള സമയങ്ങളിൽ ബ്ലോക്ക് ഉണ്ടാവാനും അല്ലെങ്കിൽ മഴ സമയത്ത് മണ്ണിടിച്ചിലും മറ്റുമുണ്ടായി ആ പാത തടസ്സപ്പെടുന്ന സമയത്ത് മറ്റൊരു ഓപ്ഷനായിട്ട് ആ തേവാരത്ത് നിന്ന് തേവാരമെട്ടിലേക്കുള്ള റോഡ് ഉപയോഗിക്കാമായിരുന്നു. പോസിറ്റീവായിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. തേനി എംപിയും ഇടുക്കി എംപിയും ഒക്കെ കൂടിച്ചേർന്നൊരു യോഗമൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൽ ആ റോഡ് തുറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുറക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ റോഡിലും പോയൊരു യാത്ര നടത്തണം. അത്യാവശ്യം നല്ല കാഴ്ചകളുള്ളൊരു റൂട്ട് തന്നെയാണത്. തേവാരത്ത് നിന്ന് തേവാരമെട്ടിലേക്കുള്ളത് ചാക്കുളത്തി വീട് വഴി. ഏറെ നേരത്തെ മലകയറ്റത്തിന് ശേഷം നമ്മളൊരു ബസ് സ്റ്റോപ്പിലേക്ക് എത്തിച്ചേർന്നു. ഈ സ്ഥലത്തിന്റെ പേര് പുളിയൂത്ത് വാട്ടർഫാൾസ് എന്നാണ്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണാം. ഈ പാലത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു വെള്ളച്ചാട്ടമുണ്ട്. അതൊഴുകി താഴേക്ക് പോകുന്നു. അതിന്റെ സൈഡിലായിട്ട് ഒരു അമ്പലമുണ്ട്. ഇവിടെയായിട്ട് സഞ്ചാരികളെല്ലാം ഇറങ്ങി കാഴ്ചകൾ കാണുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയായിട്ട് കുറേയധികം കുരങ്ങന്മാരെയും കാണാം. വാഹനത്തിലിരുന്ന ആളുകൾ ആഹാരമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു.
നമ്മൾ ഏതാണ്ട് ബോഡിമെട്ട് അടുക്കാറായിട്ടുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് കുറേയധികം റിസോർട്ടുകളൊക്കെ കാണാം. ഇതെല്ലാം തമിഴ്നാടിന്റെ ഭൂമിയാണ്. ബോഡിമെട്ടാണ് അതിർത്തി വരുന്നത്. ബോഡിമെട്ടിൽ നിന്ന് താഴേക്ക് തമിഴ്നാടും പിന്നീട് മുകളിലേക്കുള്ളത് കേരളവുമാണ്. അങ്ങനെ മല കയറി നമ്മൾ ബോഡിമെട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കേരള തമിഴ്നാട് അതിർത്തിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് ബോഡിമെട്ട് എന്ന് പറയുന്നത്. കേരള തമിഴ്നാട് അതിർത്തിയിലെ മിക്ക പട്ടണങ്ങളും വലിയ തിരക്കുള്ള പട്ടണങ്ങളാണ്. നമ്മുടെ കുമളി പോലെയുള്ള, കമ്പംമെട്ട് പോലെയുള്ള മറ്റൊരു പട്ടണമാണ് ബോഡിമെട്ട് എന്ന് പറയുന്നത്. തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ധാരാളം ബസ്സുകൾ ബോഡിമെട്ടിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്, മധുരയിൽ നിന്നും തേനിയിൽ നിന്നും ഒക്കെ ആയിട്ട്. പക്ഷേ കേരളത്തിന്റെ അതിർത്തി കടന്ന് മൂന്നാറിലേക്ക് സർവീസ് നടത്തുന്നത് വളരെ കുറച്ച് ബസ്സുകൾ മാത്രമേ ഉള്ളൂ. അതിന് അന്തർ സംസ്ഥാന കരാർ വേണം. അതായത് നമ്മൾ ഒരു ബസ് തമിഴ്നാട്ടിലേക്ക് വിടുകയാണെങ്കിൽ ആ ഒരു റൂട്ടിൽ അവർക്ക് ഒരു ബസ് ഓടിക്കാം. അങ്ങനെ കരാർ പ്രകാരമാണ് അന്തർ സംസ്ഥാന ബസ്സുകൾ സർവീസ് നടത്തുന്നത്. നിലവിലെ ബോഡിമെട്ട് ഒരു അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ എത്ര ബസ്സുകൾ വേണമെങ്കിലും അവർക്ക് അതിർത്തി വരെ ഓടിക്കാം. അതുകൊണ്ട് തന്നെ ധാരാളം തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സുകൾ ബോഡിമെട്ട് വരെ സർവീസ് നടത്തുന്നുണ്ട്. ബസ് യാത്രക്കാരിൽ കുറച്ചേറെ ആളുകൾ ബോഡിമെട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ബോഡിമെട്ട് ഒരു പ്രധാനപ്പെട്ട പട്ടണമായതുകൊണ്ട് തന്നെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് തേനിയിൽ നിന്നും മറ്റും വരുന്നവരായിരിക്കണം. എന്തായാലും നല്ല ഒരു പട്ടണം തന്നെയാണ് ബോഡിമെട്ട് എന്ന് പറയുന്നത്. നിലവിൽ തമിഴ്നാട് ഈ ബോഡിമെട്ട് വരെ സർവീസ് നടത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ബസ്സുകളൊന്നും ബോഡിമെട്ടിൽ വന്ന് സർവീസ് അവസാനിപ്പിക്കുന്നതായിട്ട് എനിക്കറിയില്ല. നമ്മുടെ ബസ്സുകളെല്ലാം തേനിക്ക് പോയിട്ട് തിരിച്ചു വരികയാണ് പതിവ്. പക്ഷേ തമിഴ്നാടിന്റെ ധാരാളം ബസ്സുകൾ ബോഡിമെട്ടിൽ വന്ന് തിരിച്ച് തേനിയിലേക്ക് മറ്റും പോകുന്നുണ്ട്. അത് കൂടാതെ ഈ റൂട്ടിൽ ഒരു പ്രൈവറ്റ് ബസ് ഉണ്ട്. അതായത് നമ്മുടെ കേരളത്തിന്റെ അല്ല, തമിഴ്നാട് പുറപ്പെട്ടുള്ള കമ്പത്ത് നിന്ന് തുടങ്ങി തേനി വഴി മൂന്നാറിലേക്ക് സർവീസ് നടത്തുന്ന ഒരു പ്രൈവറ്റ് ബസ് ഈ ബസ് റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. അത് ബോഡിമെട്ട് വഴിയാണ് കടന്നു പോകുന്നത്. പൂപ്പാറ വന്നിട്ട് മൂന്നാറിലേക്കാണ് പോകുന്നത്. ബോഡിനായ്ക്കന്നൂരിൽ നിന്നാണെന്ന് തോന്നുന്നു. എൻ്റെ 2 സീറ്റ് അപ്പുറത്തായിട്ട് 2 ഫാമിലി, അതായത് ഒരു അമ്മയും 2 മക്കളും, വേറൊരു അമ്മയും 2 മക്കളും ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ സാധാരണ ഈ യാത്രയിലൊന്നും അധികം ആളുകളോട് പരിചയപ്പെടുന്നതല്ല. പക്ഷേ ഇവർ എന്നോട് നല്ല രീതിയിലുള്ള അടുപ്പം കാണിച്ചപ്പോൾ ഞാൻ കാര്യമൊക്കെ പറഞ്ഞു. അവർ എന്നോട് സ്ഥലമൊക്കെ ചോദിച്ചു, വീഡിയോ എടുക്കാൻ വന്നതാണെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ബോഡിമെട്ടിൽ കുറച്ച് നേരം ഒരു റെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും അമ്മ പോയി എനിക്ക് കഴിക്കാനുള്ള സ്നാക്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. എന്തായാലും ആ ഒരു ഇൻസിഡന്റ് എനിക്ക് മറക്കാൻ പറ്റില്ല. വളരെ കുറച്ച് നേരത്തെ പരിചയം കൊണ്ട് തന്നെ നമ്മളോട് അത്രയും ഒരു സ്നേഹം കാണിക്കുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ അപൂർവമായിട്ട് നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം മറക്കാനും പോകുന്നില്ല. ഞാൻ എൻ്റെ ഹോട്ട് സീറ്റിലേക്ക് തിരിച്ചു വന്നതല്ല. നമ്മുടെ ബിജു സാറ് കണ്ടക്ടർ സാറിനോട് പറഞ്ഞിട്ട് എന്നോട് വീഡിയോ എടുക്കാനല്ലേ അവൻ അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് പ്രത്യേക ഒരു റെക്കമെൻഡേഷൻ്റെ പുറത്താണ് ഞാൻ വീണ്ടും നമ്മുടെ ഹോട്ട് സീറ്റിലേക്ക് തിരിച്ചു വന്നത്. നല്ലൊരു മനുഷ്യനാണ്. ഞാൻ സാറെന്നൊക്കെ വിളിച്ചെന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ വിളിക്കാൻ തോന്നില്ല. ഒരു ബിജു ചേട്ടൻ തന്നെ വിളിക്കാം. നല്ല പെരുമാറ്റമാണ്, നല്ല ഡ്രൈവിംഗ് ആണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഞാൻ ബോഡിമെട്ട് തൊട്ട് പുള്ളിയുടെ ഡ്രൈവിംഗ് തൊട്ടടുത്തിരുന്ന് കാണുകയാണ്. ഇതൊരു ഹൈ റേഞ്ച് ആണ്. ഹൈ റേഞ്ച് റോഡുകൾ നമുക്കറിയാം, ഒരു തരത്തിലുള്ള റാഷ് ഡ്രൈവിംഗ് നടത്താൻ പറ്റില്ല. ഉറപ്പായിട്ടും അപകടം സംഭവിക്കും. അദ്ദേഹം ഡ്രൈവ് ചെയ്യുന്നത് അത്ര മനോഹരമായിട്ടാണ്. ഗിയർ ഡൗൺ ചെയ്ത് ഇറക്കത്തിൽ നല്ല രീതിയിൽ വാഹനം കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് കണ്ടിരിക്കാൻ തന്നെ തോന്നുന്ന ഒരു ഡ്രൈവിംഗ് ആണ് ബിജോ ചേട്ടൻ്റേത്. നമുക്ക് എന്തായാലും ബോഡിമെട്ടിൽ നിന്ന് പൂപ്പാറ മൂന്നാർ വരെ 42 കിലോമീറ്റർ ആണുള്ളത്. ഈ 42 കിലോമീറ്റർ ഇടുക്കിയുടെ സൗന്ദര്യം ആസ്വദിച്ച് ബിജോ ചേട്ടൻ്റെ ഡ്രൈവിംഗും ആസ്വദിച്ച് നമുക്ക് പോകാം. അത്യാവശ്യം നല്ല കാഴ്ചകളുമാണ് ഈ ഒരു വഴിയിൽ നമ്മളെ കാത്തിരിക്കുന്നത്. മൂന്നാറിൽ നിന്ന് തേനിയിലേക്കുള്ള നമ്മുടെ ഇൻഡർസ്റ്റേറ്റ് സർവീസുകൾ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു, വെളുപ്പിന് തൊട്ട് നമ്മുടെ തേനിയിൽ നിന്ന് മൂന്നാറിലേക്ക് ബസ് സർവീസുകൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ 24 മണിക്കൂർ ആക്റ്റീവായ ഒരു റൂട്ടാണ് തേനി മൂന്നാർ എന്ന് പറയുന്നത്. അത്രയും യാത്രക്കാരുണ്ടായതുകൊണ്ടായിരിക്കണം അത്രയും രാവിലെയൊക്കെ നമ്മുടെ ബസ് സർവീസ് ആരംഭിക്കുന്നത്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് തോണ്ടിമലയിലാണ്. പൂപ്പാറയ്ക്ക് തൊട്ട് മുകളിലായിട്ടുള്ള ഒരു പ്രദേശമാണ് തോണ്ടിമല. തോണ്ടിമലയിൽ നിന്ന് വലത്തേക്ക് പോയാൽ പന്നിയാർ എസ്റ്റേറ്റ് ആണ്. അതായത് ആനയിറങ്കൽ ഡാമിന്റെ റിസർവോയർ പ്രദേശത്തുള്ള ഒരു എസ്റ്റേറ്റ് ആണ് പന്നിയാർ എസ്റ്റേറ്റ്. തോണ്ടിമല എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1500 മീറ്റർ ഉയരമാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ളത്. ഈ ഒരു പ്രദേശത്ത് കാട്ടാനകളുടെ ശല്യം രൂക്ഷമായ ഒരു പ്രദേശമാണ്. നമ്മുടെ ചക്കക്കൊമ്പനൊക്കെ വന്ന് വിളയാടുന്ന ഒരു പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഈ തോണ്ടിമല. അത്രയ്ക്ക് ബുദ്ധിമുട്ടുകൾ കർഷകർക്ക് കാട്ടാനകളെ കൊണ്ടുണ്ടാകുന്ന ഒരു പ്രദേശമാണ് ഈ തോണ്ടിമല എന്ന് പറയുന്നത്. ഇനി തോണ്ടിമലയിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി പോകുന്നത് പൂപ്പാറയിലേക്കാണ്. ഗ്യാപ്പ് റോഡിന്റെ മനോഹര ദൃശ്യങ്ങൾ തുടങ്ങുന്നത് തന്നെ പൂപ്പാറയിൽ നിന്നാണ്. സമയം ഏതാണ്ട് 2:40 അടുക്കാറായിട്ടുണ്ട്. നമ്മൾ പൂപ്പാറയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഗ്യാപ്പ് റോഡിലെ ഏറ്റവും മനോഹരമായ ഒരു പട്ടണമാണ് പൂപ്പാറ എന്ന് പറയുന്നത്. പൂപ്പാറ ഹൈ റേഞ്ചിൽ നിന്ന് മൂന്നാറിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പ്രധാന പട്ടണമെന്നും വേണമെങ്കിൽ പറയാം. നമ്മുടെ രാജാക്കാട് ഏരിയയിൽ നിന്നൊക്കെ പൂപ്പാറ വന്ന് നമുക്ക് മൂന്നാറിലേക്ക് വരാം. അതായത് നമ്മുടെ തിരുവനന്തപുരം കൊല്ലം സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്ക് വേണമെങ്കിലും കുട്ടിക്കാനം കട്ടപ്പന വഴി നമ്മുടെ നെടുങ്കണ്ടം വന്നതിന് ശേഷം പൂപ്പാറയിലെത്തി മൂന്നാറിലേക്ക് വരാം. ആ ഒരു യാത്ര കുറച്ച് ലെങ്തി ആണെങ്കിലും അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളുള്ള ഒരു റൂട്ടാണ് ഈ ഞാൻ പറഞ്ഞ തിരുവനന്തപുരം കൊല്ലം സൈഡിൽ നിന്ന് വരുന്നവർക്ക് മുണ്ടക്കയം കുട്ടിക്കാനം കട്ടപ്പന വഴി നെടുങ്കണ്ടം എത്തി അവിടെ നിന്ന് തുടർന്ന് പൂപ്പാറയിലെത്തി മൂന്നാറിലേക്കുള്ള യാത്ര. KSRTC അടുത്തിടെ തുടങ്ങിയ ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ ഭാഗമായിട്ടുള്ള വിനോദയാത്രാ സംഘമാണ് പോകുന്നത്. ഇപ്പോൾ ഈ ഗ്യാപ്പ് റോഡിലാണ് സ്ഥിരം വിനോദയാത്രാ സംഘങ്ങൾ വരുന്നത്. അത്രയ്ക്ക് മനോഹരമായ റൂട്ട് ആയതുകൊണ്ട് തന്നെ മൂന്നാറിലെത്തിയാൽ അവർ ആദ്യം തിരഞ്ഞെടുക്കുന്നത് ഗ്യാപ്പ് റോഡായിരിക്കും. അതിനുശേഷമായിരിക്കും പിന്നീട് വട്ടവട റൂട്ടും കാന്തല്ലൂർ റൂട്ടും ഒക്കെ തിരഞ്ഞെടുക്കുന്നത്. മിക്ക KSRTC ഡിപ്പോകളിൽ നിന്നും മൂന്നാർ ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ നേരെ ഗ്യാപ്പ് റോഡിലേക്ക് ഒരു ട്രിപ്പ് ഉണ്ടായിരിക്കും.
പൂപ്പാറ ടൗൺ ചുറ്റി തേയിലക്കാടുകളും ഏലക്കാടുകളുമാണ്. ആ ഒരു KSRTC ബസ് തേയിലക്കാടുകൾക്കിടയിലൂടെ പോകുന്ന കാഴ്ച കാണാൻ തന്നെ അതിമനോഹരമായിരിക്കുന്നു. ഇനി അങ്ങോട്ട് മുഴുവനും നമ്മുടെ യാത്രയിൽ ഇത്തരത്തിലുള്ള കാഴ്ചകളായിരിക്കും. പൂപ്പാറയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയും മൂന്നാർ കുമളി സംസ്ഥാന പാതയും സംഗമിക്കുന്നത് പൂപ്പാറയിൽ വെച്ചിട്ടാണ്. ബിജോ ചേട്ടായി വെറുതെ ഇരിക്കില്ല, എന്നോട് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. മൂന്നാറിലെ പുതിയ ഡബിൾ ഡെക്കർ ബസ്സിന്റെ കാര്യമൊക്കെ എന്നോട് പറഞ്ഞു. പോകുന്ന വഴിയിൽ പറ്റുമെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതുകൂടാതെ തന്നെ നമ്മൾ ഈ പോകുന്ന വഴിയിലെ മിക്ക പോയിന്റുകളും ചൂണ്ടിക്കാണിച്ചു തന്ന് അതിന്റെ പ്രത്യേകതകളെല്ലാം എന്നോട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇടുക്കിക്കാർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, വാതോരാതെ സംസാരിക്കുക. അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ആ ഒരു സംസാരം കേട്ടിരിക്കാനും രസമാണ്. നല്ല നാടൻ ശൈലിയിൽ നമ്മളോട് കാര്യങ്ങൾ വിവരിച്ചു തരുമ്പോൾ നമുക്കത് കേട്ടിരിക്കുന്നത് ഒരു രസകരമായ കാര്യമാണ്. ആനയിറങ്കൽ ഡാമിന്റെ എൻട്രൻസിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് മുന്നോട്ട് പോയാൽ ആനയിറങ്കൽ ഡാമിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഇടുക്കിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ജലാശയമാണ് ആനയിറങ്കൽ എന്ന് പറയുന്നത്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ആനകളുടെ ഒരു വിഹാര കേന്ദ്രമാണ് ആനയിറങ്കലും പരിസര പ്രദേശങ്ങളും. ചിലപ്പോൾ ആ ഒരു കാരണം കൊണ്ടായിരിക്കാം ആനയിറങ്കൽ എന്നൊരു പേര് വന്നത്. നമ്മുടെ വലതുഭാഗത്തായിട്ട് കുറച്ച് മലനിരകൾ കാണാം. അതിലൊന്ന് മീശപ്പുലിമലയാണെന്നാണ് ബിജോ ചേട്ടായി പറഞ്ഞത്. മറ്റൊന്ന് കൊളുക്കുമലയാണ്. തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മീശപ്പുലിമല. ഒന്നാമത്തേത് നമ്മുടെ ആനമുടിയാണ്. മീശപ്പുലിമലയ്ക്ക് 2640 മീറ്ററും ആനമുടിക്ക് 2695 മീറ്ററുമാണ് ഉയരമുള്ളത് സമുദ്രനിരപ്പിൽ നിന്ന്. പെരിയ കനാലിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. പെരിയ കനാൽ ടൗണിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് ഒരു U-ടേൺ എടുക്കുന്നത് പോലെ മുകളിലേക്ക് കയറിയാണ് നമ്മൾ പിന്നീട് യാത്ര തുടരുന്നത്. NH 85 ഒരു വലിയ വളവാണ് പെരിയ കനാലിലുള്ളത്. നമുക്ക് മുൻപേ പോയ ഉല്ലാസ യാത്രക്കാരാണ് പെരിയ കനാലിൽ വിശ്രമിക്കുകയാണ്. അത്യാവശ്യം ക്യാപ് റോഡിലെ മിക്ക സ്ഥലങ്ങളിലും നിർത്തി കാഴ്ചകൾ കണ്ടാണ് ഉല്ലാസ യാത്രക്കാർ പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട മിക്ക ടൗണുകളിലും വ്യൂ പോയിന്റുകളിലും എല്ലാം അവർ നിർത്തിയാണ് പോകാറുള്ളത്. ചിന്നക്കനാലിൽ നിന്നും സൂര്യനെല്ലിയിലേക്ക് പോകുന്ന റോഡിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. സൂര്യനെല്ലി നമുക്കറിയാം, നമ്മുടെ കൊളുക്കുമലയുടെ താഴ്വാര പ്രദേശത്തുള്ള മനോഹരമായ ഒരു കുഞ്ഞു ഗ്രാമമാണ് സൂര്യനെല്ലി. സൂര്യനെല്ലിയിൽ സ്റ്റേ ചെയ്തിട്ടാണ് പിന്നീട് നമ്മൾ കൊളുക്കുമലയിലേക്ക് സൂര്യോദയമൊക്കെ കാണാനായിട്ട് പോകുന്നത്. അത് മൂന്നാർ ഡിപ്പോയിലെ ഉല്ലാസയാത്രക്കാരാണെന്ന് തോന്നുന്നു. ബിജോ ചേട്ടനോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പോകുന്നത് കണ്ടു. ചിന്നക്കനാലിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് സൂര്യനെല്ലിക്ക് പോകുന്ന പ്രധാന വഴി കാണാം. ഈ വഴിയിലേക്കാണ് നമ്മൾ നേരത്തെ കാണിച്ചു തന്ന വഴി വന്ന് ചേരുന്നത്. അതൊരു ചെറിയ വഴിയാണ്. ഇതാണ് പ്രധാന വഴി.
ചിന്നക്കനാൽ ടൗണിൽ നിന്ന് മുകളിലേക്ക് കാണുന്ന വഴി സൂര്യനെല്ലിക്ക്. ചിന്നക്കനാൽ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരിക അരിക്കൊമ്പനെയാണ്. ഏറെക്കാലം മുമ്പ് ചിന്നക്കനാൽ മേഖലയിൽ നാശം വിതച്ച ഒരു കാട്ടാനയായിരുന്നു അരിക്കൊമ്പൻ. ഇപ്പോൾ തിരുനെൽവേലി ജില്ലയിലെ കോതയാർ വനമേഖലയിൽ എവിടെയോ കഴിയുന്നു. എന്തായാലും കാര്യമായി. അപ്പോൾ നമ്മുടെ കഥാനായകൻ ഗ്യാപ്പ് റോഡിലൂടെ പതുക്കെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. നമ്മുടെ മൂന്നാറിലെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ്സാണ് കാണുന്നത്. എന്നോട് ബിജോ ചേട്ടൻ തേനി തൊട്ടേ പറയുന്നുണ്ട് മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ ഡബിൾ ഡെക്കർ ബസ്സിലൊക്കെ കയറാമെന്ന്. പക്ഷേ എനിക്ക് എന്തായാലും സമയമില്ലായിരുന്നു. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 6 വരെയാണ് റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് സർവീസ് നടത്തുന്നത്. മുകളിലത്തെ നിലയിൽ 400 രൂപയും താഴത്തെ നിലയിൽ 200 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട് നമ്മുടെ ദേവികുളം ഗ്യാപ്പ് റോഡ് വഴി ആനയിറങ്കൽ ഡാം വരെയാണെന്ന് തോന്നുന്നു പോകുന്നത്. പൂപ്പാറ വരെ പോയില്ലെന്ന് തോന്നുന്നു. അത്തരത്തിൽ ആനയിറങ്കൽ ഡാമിൽ പോയിട്ട് തിരിച്ച് മൂന്നാർ ഡിപ്പോയിൽ തന്നെ തിരിച്ചെത്തിക്കുന്ന ഒരു വലിയ യാത്രയാണ്. പേര് പോലെ തന്നെ നല്ല റോയൽ വ്യൂ ആയിരിക്കും. ഡബിൾ ഡെക്കർ ബസ്സിൽ മൂന്നാർ പോലെ ഒരു സ്ഥലത്തു കൂടിയൊക്കെ പോകുന്നത് അതിമനോഹരമായി വർണ്ണിക്കാൻ കഴിയാത്ത ഒരു യാത്രയായിരിക്കും. എന്തായാലും അധികം താമസിയാതെ നമുക്കും ആ ഒരു യാത്ര നടത്തണം. ക്യാപ്പ് റോഡിൽ നിന്ന് ബൈസൺ വാലിയിലേക്കുള്ള റോഡ് താഴ്ഭാഗത്തായിട്ട് കാണാം. ബൈസൺ വാലി വഴി രാജാക്കാട് ഭാഗത്തേക്കും പോകാൻ പറ്റുന്ന റോഡാണത്. നല്ല വൃത്തിയുള്ള റോഡാണ്. പക്ഷെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നല്ല കുത്തിറക്കമാണ്. അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും വാഹനങ്ങൾ അപകടത്തിൽപ്പെടാറുള്ള ഒരു പാത കൂടിയാണിത്. നല്ല കാഴ്ചകളാണ് ഈ ഒരു ഗ്യാപ്പ് റോഡിൽ നിന്ന് ബൈസൺ വാലിയിലേക്ക് പോകുമ്പോഴുള്ളത്. ആണല്ലേ ഇവിടെ രാത്രി ഇല്ലല്ലേ. ഇപ്പൊ ചക്കക്കൊമ്പനും അരിക്കൊമ്പനും ഒക്കെ കഴിഞ്ഞു. ഇനി പടയപ്പയുടെ സ്ഥലമെത്തി. ലിജോ ചേട്ടൻ പറയുമായിരുന്നു ഈ ചിലപ്പോൾ കടയിലൊക്കെ കയറി സാധനങ്ങളൊക്കെ എടുക്കും, ചിലപ്പോൾ കടയൊക്കെ തല്ലിപ്പൊളിക്കും. അങ്ങനെയുള്ള ചില കുസൃതികളൊക്കെ ഉള്ള ഒരു ആനയാണ് പടയപ്പ എന്ന് പറയുന്നത്. മൂന്നാറുകാർക്ക് പരിചിതമായ ഒരു ആനയാണ് പടയപ്പ. അപ്പോൾ ഇന്ന് രാവിലെയോ കഴിഞ്ഞ ദിവസമോ കണ്ട് ഈ ഒരു ഭാഗത്ത് കടയൊന്ന് തല്ലിപ്പൊളിച്ചായിരുന്നു എന്ന് വിജയചേട്ടൻ പറഞ്ഞു. സ്ഥിരമായിട്ട് പുള്ളി ഈ റൂട്ടിൽ പോകുന്നതുകൊണ്ട് തന്നെ സ്ഥിരം പടയപ്പായിട്ട് മീറ്റ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഏതാണ്ട് ദേവികുളം അടുക്കാറായി. ഇത് മൂന്നാറിലെ ഒരു പ്രധാനപ്പെട്ട ഫോട്ടോ പോയിന്റ് ആണ്. അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത്. താഴെ തേയിലക്കാടുകളും അതിന് മുകളിൽ മലകളും. പിന്നീട് മഴക്കാലത്തും മഞ്ഞുകാലത്തും ഒക്കെ ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇരട്ടിക്കും. കോടമഞ്ഞം ഇറങ്ങി നിൽക്കുന്ന ആ ഒരു മലയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് നിരവധി സഞ്ചാരികൾ ഇവിടെ ഇറങ്ങി വിശ്രമിക്കാറുണ്ട്. നിലവിൽ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ധാരാളം ടീ ഫാക്ടറികളുണ്ട്. മൂന്നാറിലെ പ്രധാനപ്പെട്ട ടീ ഫാക്ടറികളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണുള്ളത്. അതായത് നമ്മൾ ദേവികുളം അടുക്കാറായി എന്ന് പറഞ്ഞു, ആ ഒരു ഭാഗത്തായിട്ടാണ് കൂടുതൽ ടീ ഫാക്ടറികളൊക്കെ കാണപ്പെടുന്നത്. ഇപ്പോൾ ലോക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ അതിമനോഹരമായ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അത് കൂടാതെ തന്നെ കുറച്ചധികം തേയില ഫാക്ടറികളും പിന്നീട് ചെറിയ ചെറിയ ലയങ്ങളും ഒക്കെ ആയിട്ടുള്ള നിരവധി കാഴ്ചകളുണ്ട്. കുറച്ച് അകത്തേക്ക് കടന്ന് നമ്മൾ പോകണമെന്ന് മാത്രം. ചെറിയ ചെറിയ വഴികളുണ്ട്. പിന്നീട് ജോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ ഇത് മീശപ്പുലിമലയുടെ താഴ്വാര പ്രദേശമാണ്. അതായത് നമ്മുടെ വട്ടവടയ്ക്കുള്ള റോഡ് ഇതിന്റെ ഏകദേശം ഒരു വടക്ക് ഭാഗത്തുകൂടിയാണ് കടന്നു പോകുന്നത്. പിന്നീട് നമ്മൾ വരുന്ന ഗ്യാപ്പ് റോഡ് ഇതിന്റെ ഇടയിലായിട്ടാണ് നമ്മുടെ ദേവികുളവും പരിസര പ്രദേശങ്ങളും ഒക്കെ വരുന്നത്. അതിന്റെ കിഴക്ക് ഭാഗത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മീശപ്പുലിമലയും മലനിരകളും പശ്ചിമഘട്ട മലനിരകളുമാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തണുപ്പ് കാലത്ത് ഈ ഒരു ഭാഗത്ത് കുറച്ചധികം തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. മിക്ക വാർത്തകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ദേവികുളം അല്ലെങ്കിൽ ഓൾഡ് ദേവികുളം ഭാഗത്തൊക്കെ താപനില 0 ഡിഗ്രിയിലേക്ക് എത്തിയെന്നുള്ള വാർത്തയൊക്കെ. അങ്ങനെ ഇടുക്കിയിലെ ആദ്യ ടോൾ ബൂത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ടോൾ ബൂത്ത് നിലവിൽ വരുന്നത്. അത് നമ്മുടെ ഇടുക്കി മൂന്നാറിലെ ദേവികുളത്താണ്. ആ ടോൾ ബൂത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. NH 85 ഈ ടോൾ ബൂത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. മൂന്നാർ ടൗണിലല്ല, മൂന്നാർ ടൗണിൽ നമ്മുടെ ഗ്യാപ്പ് റോഡിൽ ദേവികുളത്തായിട്ടാണ് ടോൾ ബൂത്ത് ഉള്ളത്. നമ്മളങ്ങനെ ദേവികുളം ടൗണിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ദേവികുളം എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമപഞ്ചായത്താണ്. അത് കൂടാതെ ദേവികുളം നിയമസഭാ മണ്ഡലം കൂടിയാണ്. അതായത് നമ്മുടെ മൂന്നാർ അടക്കമുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന ഒരു നിയമസഭാ അസംബ്ലി മണ്ഡലമാണ് ദേവികുളം എന്ന് പറയുന്നത്. മൂന്നാറിലെ പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ദേവികുളത്താണ്. നമ്മൾ ഗ്യാപ്പ് റോഡിൽ നിന്ന് കുറച്ച് അകത്തേക്ക് മാറി ടൗൺ ചുറ്റിയാണ് ദേവികുളത്തേക്ക് പോകുന്നത്. ദേവികുളം ടൗൺ കറങ്ങി നമ്മൾ വീണ്ടും ഗ്യാപ്പ് റോഡിൽ തന്നെ വന്ന് കയറുന്നതാണ്.
ദേവികുളം സബ് ജയിലിന്റെ മതിലാണത്. കോടതിയും മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മൂന്നാറിലെ പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകളൊക്കെ നമ്മുടെ ഈ ഒരു ദേവികുളം ടൗണിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടെയായിട്ട് കുറേയധികം റിസോർട്ടുകളും ഒക്കെ ഉണ്ട്. നമ്മൾ മൂന്നാറിൽ വരുമ്പോൾ മൂന്നാറിൽ നിന്ന് കുറച്ച് മാറി ദേവികുളം ഭാഗത്തൊക്കെ വന്ന് റൂം എടുത്ത് താമസിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ തിരക്കിൽ നിന്നൊക്കെ മാറി നിങ്ങൾക്ക് നിൽക്കാനായിട്ട് പറ്റും. ദേവികുളം ടൗൺ ചുറ്റി വീണ്ടും ഗ്യാപ്പ് റോഡിൽ തന്നെ വന്ന് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 8 കിലോമീറ്ററാണ് നമുക്ക് മൂന്നാറിലേക്കുള്ളത്. അങ്ങനെ ദേവികുളം കഴിഞ്ഞുള്ള ചെറിയ വ്യൂ പോയിന്റുകളൊക്കെ കടന്ന് നമ്മൾ മൂന്നാർ ടൗണിലേക്ക് എത്തിച്ചേരുകയാണ്. നമ്മുടെ ഗ്യാപ്പ് റോഡ് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ നേരെ മൂന്നാർ ടൗണിലേക്കാണ് പ്രവേശിക്കുന്നത്. അങ്ങനെ മുതിരപ്പുഴയാറും കടന്ന് നമ്മൾ മൂന്നാർ ടൗണിലേക്ക് പ്രവേശിച്ചു. ഒരു വലിയ യാത്രയായിരുന്നു. എൻ്റെ ഒരു പരീക്ഷണ യാത്രയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി 10:45 യാത്ര പുറപ്പെടുന്നത്. കൊട്ടാരക്കരയിൽ നിന്നായിരുന്നു യാത്ര പുറപ്പെട്ടത്. വീട്ടിൽ നിന്ന് 10 മണിക്ക് ഇറങ്ങി 10:45 ഞാൻ കൊട്ടാരക്കരയിലെത്തി. അവിടെ നിന്ന് ഏകദേശം ഒരു 11:30 വരുന്ന മധുര ഫാസ്റ്റിൽ ഞാൻ കയറി. മധുരയിൽ പിറ്റേന്ന് രാവിലെ എത്തി. അവിടെ നിന്ന് മധുര മീനാക്ഷി ക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷം ഞാൻ പിന്നീട് തീരുമാനിച്ചത് മധുരയിൽ നിന്ന് തേനി വഴി മൂന്നാറിലേക്ക് വരാനായിരുന്നു. അങ്ങനെയാണ് ഞാൻ മധുരയിൽ നിന്ന് തേനിയിലെത്തിയതും തേനിയിൽ നിന്ന് നമ്മുടെ ഈ ഒരു ബസ്സിൽ മൂന്നാറിലേക്ക് വന്നതും. കൃത്യം ഞാൻ 10:45 തുടങ്ങിയ യാത്ര ഇന്ന് രാത്രി 10:45 അവസാനിപ്പിക്കും. അതായത് ഒരു ദിവസം കൊണ്ട് ഞാൻ കണ്ട സ്ഥലങ്ങളാണ്. അതായത് കുറച്ച് സമയം എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. എങ്കിൽ പോലും നിങ്ങൾക്ക് ജോലി തിരക്കൊക്കെ ഉള്ളവരാണെങ്കിൽ, ഉറപ്പായിട്ടും യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ അതിലൊരു മടിയും കാട്ടേണ്ട കാര്യമില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു യാത്ര നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത്. അതായത് ഞാനൊരു 10:45 തുടങ്ങിയ യാത്ര അടുത്ത ദിവസം 10:45 അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് 2 ദിവസം അവധി കിട്ടിയപ്പോഴാണ് ഞാൻ ഈ യാത്ര നടത്തുന്നത്. എനിക്ക് ഒരു ദിവസം മുഴുവൻ കാഴ്ചകൾ കാണുവാനും കിട്ടി. പിറ്റേ ദിവസം എനിക്ക് കിടന്നുറങ്ങാൻ, വീട്ടിൽ വന്നിട്ട് ക്ഷീണം മാറ്റാനായിട്ട് കിടന്നുറങ്ങാനും പറ്റും. അത്തരത്തിലാണ് ഞാൻ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ, ഈ ബസ്സിലാണ് യാത്രയെങ്കിൽ പോലും ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടാണ് ഞാൻ ഈ യാത്ര അവസാനിപ്പിക്കുന്നത്. അങ്ങനെ പരമാവധി കാഴ്ചകളും കണ്ട് പരമാവധി ക്ഷീണവും മാറ്റിയാണ് ഞാൻ ഈ ഒരു യാത്ര അവസാനിപ്പിക്കുന്നത്. ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് യാത്രകൾ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനെല്ലാം ഈ ഒരു ചാനലിലൂടെ പങ്കുവയ്ക്കുന്നതാണ്. എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് നമ്മുടെ ബിജോ ചേട്ടനോടാണ്. അടിമാലി സ്വദേശിയായ ബിജോ ചേട്ടനും കണ്ടക്ടർ സാറായ ദേവേന്ദ്രൻ സാറും സഹായിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു വീഡിയോ നന്നായിട്ട് എടുക്കാൻ സാധിക്കില്ലായിരുന്നു. അവർ ആ ഒരു സീറ്റൊക്കെ എനിക്ക് ഒഴിഞ്ഞു തന്നതും അവർ കാര്യങ്ങൾ പങ്കുവച്ചതിലുള്ള എനിക്ക് ഏറെ ഉപകാരം ചെയ്തു. ഞാനങ്ങനെ മൂന്നാർ ഡിപ്പോയിലേക്ക് എത്തിച്ചേരുകയാണ്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മൂന്നാർ ഡിപ്പോയിൽ നമ്മുടെ സ്ലീപ്പർ ബസ്സിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് ഒന്ന് കിടന്നുറങ്ങിയിട്ട് പിറ്റേന്നൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നതാണ്. നന്ദി.